കേരളത്തിലെ മാധ്യമങ്ങൾ ഈ അടുത്ത കാലത്ത് മുക്കിയ രണ്ട് പ്രധാനപ്പെട്ട CBI റിപ്പോർട്ടുകളുണ്ട്. ഒന്ന്, വാളയാർ കേസിലെ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ. മറ്റൊന്ന്, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യ. ഈ 2 വിഷയങ്ങളും മാധ്യമങ്ങൾക്ക് വലിയ ആഘോഷമായിരുന്നു, അഥവാ അവരുടെ വാർത്താ കച്ചവടം പൊടിപൊടിച്ച 2 സംഭവമായിരുന്നു. അന്തിച്ചർച്ചകൾ, ഡിസ്കഷനുകൾ, പല പാനലുകൾ, പല ഭജനാ സംഘം, നീണ്ട കഥാപ്രസംഗം, സഹതാപം പൊട്ടിയൊലിച്ച സന്ദർഭങ്ങൾ. കുടുംബത്തോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പോരാടുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങളും ഒപ്പം പ്രതിപക്ഷവുമെന്ന് വരുത്തി തീർക്കാനും സഹതാപം സൃഷ്ടിച്ച് ജനങ്ങൾക്കിടയിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെയും SFIക്കെതിരെയും വലിയ ജനവികാരം സൃഷ്ടിക്കുകയായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചത്. ഇവർ ഒരേ ശബ്ദത്തിൽ ആവശ്യപ്പെട്ടു, ഈ വിഷയത്തിൽ കേസ് അട്ടിമറിക്കുന്നു, CBI അന്വേഷണം വേണം. ഒടുവിൽ ഇവരുടെ താൽപ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി 2 CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവായി. ആ ഉത്തരവ് പുറത്തു വന്നു. അതിനുശേഷം CBI വിശദമായി ഈ കേസ് അന്വേഷിച്ചു, റിപ്പോർട്ട് സമർപ്പിച്ചു. എത്ര പേർ അറിഞ്ഞു ആ റിപ്പോർട്ടിനെ കുറിച്ച്? ആ റിപ്പോർട്ടിൽ ഇവർ വേട്ടയാടിയത് ആരാണോ, അല്ലെങ്കിൽ ഇവർ ബലിയാടാക്കാൻ വേണ്ടി പിൻ പോയിന്റിൽ നിർത്തി ആഘോഷിച്ചവരാരാണോ, അവരുടെ പേരിൽ ആരോപണങ്ങളില്ല. നേരെ മറിച്ച് ഇവർ കൊണ്ടു നടന്നവർ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്ന സാഹചര്യവുമുണ്ടായി. വാളയാർ കേസിലെ പ്രധാനപ്പെട്ട പ്രതി അമ്മയാണ്. സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ച് പരപുരുഷ ബന്ധം, ഒപ്പം ആ പുരുഷന് തന്നെ സ്വന്തം മക്കളെ കാഴ്ചവെച്ച ഒരു പിഴച്ച സ്ത്രീയെ ഇവർ ഈ നാട്ടിൽ ഇരയാക്കി മാറ്റി. എന്നിട്ട് CBI റിപ്പോർട്ടിൽ അത് തുറന്നു കാട്ടിയപ്പോൾ നൈസിന് മുക്കി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ് ഒരു പെൺകുട്ടിയെ നിരന്തരം ആക്രമിച്ചു എന്നതിനെ സംബന്ധിച്ച് കുറ്റപത്രത്തിൽ വിശദമാക്കിയിട്ടുണ്ട്, പുറത്തു പറഞ്ഞില്ല. ആ മരണം ഉയർത്തിക്കാട്ടി SFIയെ വേട്ടയാടി, പാലക്കാട് വാളയാർ സംഭവം ഉയർത്തിക്കാട്ടി CPMനെയും ഒപ്പം മന്ത്രി MB രാജേഷിനെയും സമാനതകളില്ലാതെ സമൂഹത്തിൻ്റെ മുന്നിൽ ആക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ സത്യം പുറത്തു വരുമ്പോൾ അതിനെക്കുറിച്ച് അവർ വായ് തുറക്കുന്നില്ല. കഴിഞ്ഞ ദിവസം കോട്ടയം റാഗിങ്ങുമായി ബന്ധപ്പെട്ട് വീണ്ടും SFIയെ പിൻ പോയിന്റിൽ നിർത്താൻ ശ്രമിച്ചപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ആർഷോ പറഞ്ഞ വാചകങ്ങൾ വളരെ പ്രസക്തമാണ്. പൂക്കോട് വിഷയം ഉണ്ടായ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിൽ പെട്ട ചിലർ അതിലുണ്ടായിരുന്നു. 3-4 ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യും, അവരെടുത്ത് പുറത്താക്കുകയും ചെയ്ത ആളുകളാണ് ഞങ്ങൾ. അത് കഴിഞ്ഞും നിങ്ങൾ ഈ വിദ്യാർത്ഥി സംഘടനയെ കുരിശിൽ കയറ്റുന്നതിന് വേണ്ടി, ഈ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ക്യാപിറ്റൽ പനിഷ്മെന്റ് നടത്തുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ വളഞ്ഞിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുൻപിലുണ്ട്. നിങ്ങൾ വല്ലാതെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളിൽ പല ഘട്ടത്തിലും പലതും ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ സൃഷ്ടിച്ച, പൊതുസമൂഹത്തിന് മുൻപിൽ നിങ്ങൾ സൃഷ്ടിച്ച വൈകാരിക പ്രതലുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പുറത്ത് പലതും ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പലതും ഞങ്ങൾ പറയാതിരുന്നിട്ടുണ്ട്. അല്ല, ഞാനിത് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. പലതും ഞങ്ങൾ പറയാതിരുന്നിട്ടുണ്ട്. ഇതേ വിഷയം ഇവിടെ CBI അന്വേഷിച്ചില്ലേ? ഇവിടെ വലിയ സമരങ്ങൾ നടത്തി CBI കൊണ്ടുവന്നു. CBI അന്വേഷിച്ചു. മാസങ്ങളോളം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത കേസിനകത്ത് CBI കുറ്റപത്രം സമർപ്പിച്ചു കോടതിയിൽ. ആ കുറ്റപത്രം ഒരു ദിവസമെങ്കിലും ചർച്ചയ്ക്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറായ എത്ര മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്? ആ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടല്ലോ. എന്താ CBIയുടെ കണ്ടെത്തൽ? വലിയ സമരങ്ങൾ നടത്തി കൊണ്ടുവന്ന CBI അല്ല. എന്താ കണ്ടെത്തൽ? ചർച്ച ചെയ്തോ നിങ്ങൾ? ആ CBI കൊടുത്ത കുറ്റപത്രത്തിൽ ഈ പറഞ്ഞ പോലെ ഗവർണർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തി. അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. നിങ്ങളൊക്കെ പറഞ്ഞത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി SFI എന്നുള്ളതായിരുന്നല്ലോ, ഇല്ലേ? ഡൽഹി എയിംസിലേക്ക് അയച്ച മെഡിക്കൽ പരിശോധനയുടെ ഫലം വന്നു, ആ റിപ്പോർട്ട് വന്നു. നിങ്ങൾ ചർച്ച ചെയ്തോ? ഇല്ലല്ലോ. എവിടെയെങ്കിലും SFI എന്ന 3 അക്ഷരങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയോ? CBI സമർപ്പിച്ച കുറ്റപത്രത്തിനകത്ത് SFI എന്ന 3 അക്ഷരം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയോ? അതിൽ മറ്റു പല കണ്ടെത്തലുണ്ടായിരുന്നല്ലോ. CBI കുറ്റപത്രത്തിനകത്തെ 16.6 പാരഗ്രാഫ്, അത് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നതിന് വേണ്ടി കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന് നട്ടലുണ്ടാവുമോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ നടന്നത് തെറ്റായ സംഭവമാണ്, ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. അതിൽ ഉൾപ്പെട്ട ആളുകൾ അതിശക്തമായ നിയമ നടപടിക്ക് വിധേയമാകണം, തർക്കമല്ല. അതിനു മുൻപേ ക്യാമ്പസിൽ നടന്ന ഏറ്റവും ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു ഇൻസിഡന്റ് കൂടി CBI കണ്ടെത്തിയിട്ടുണ്ടല്ലോ. എന്താ? പൂക്കോട് വെറ്റിനറി കോളേജിലെ ഒരു പെൺകുട്ടിയെ പലയാവർത്തി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് CBI കണ്ടെത്തലല്ലേ? ഇവിടുത്തെ KSU MSF ഒക്കെ സമരം നടത്തിയിട്ട് കൊണ്ടുവന്ന CBI നടത്തിയ കണ്ടെത്തലല്ലേ? എന്താ CBIക്കെതിരെ, CBIയുടെ കണ്ടെത്തൽ തെറ്റായിരുന്നു എന്നുണ്ടെങ്കിൽ CBIക്കെതിരെ സമരം നടത്താനോ പ്രസ് മീറ്റ് നടത്താനോ ഇവിടെ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ ഇക്കൂട്ടരൊന്നും തയ്യാറാവാതിരുന്നത്? ഇതൊന്നും ഞങ്ങൾ പൊതുസമൂഹത്തിനുള്ളിൽ പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അങ്ങനെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. പക്ഷെ ഒരു വിദ്യാർത്ഥി സംഘടനയെ നുണയങ്ങ് പ്രചരിപ്പിച്ച് ഉന്മൂലനം ചെയ്ത് കളയാമെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം. അത് കൊടും ക്രൈമാണ്.
നിങ്ങൾക്ക് വലിയ രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടാവും ഞങ്ങളോട്. ആ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പുറത്ത് എന്തു പച്ചക്കള്ളവും പ്രചരിപ്പിക്കുക. ആ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാകണമെന്ന് വളരെ വിനയത്തോടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തുന്നത്. കേട്ടല്ലോ, ഒരു വിഷയത്തിൽ ഒരു സംഘടനയെ സമൂഹത്തിൻ്റെ മുന്നിൽ വല്ലാതെ ആക്ഷേപിച്ചവർ അതിനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമ്പോൾ ചർച്ച ചെയ്യണ്ടേ? മിണ്ടാതിരുന്നാൽ അതിൻ്റെ അർത്ഥമെന്താണ്? ഇവർക്ക് പ്രത്യേക താല്പര്യം കൊണ്ടായിരുന്നു വാർത്താ കച്ചവടത്തിന് കിട്ടിയ ഉൽപ്പന്നത്തെ എങ്ങനെയും കച്ചവടം നടത്തി കാശടിക്കുക എന്നതിനപ്പുറം ഒരു സാമൂഹിക പ്രതിബദ്ധതയുമില്ല എന്ന് CBI ഇവർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നവർ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് മുക്കിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ മാധ്യമധർമ്മം എന്താണ്? സമാനമാണ് വാളയാർ കേസിലും. അതിൻ്റെ CBI റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ സ്വന്തം മക്കളെ പരപുരുഷന്മാർക്ക് കാഴ്ചവെച്ചൊരു സ്ത്രീയെ ഇരയാക്കി ഈ നാട്ടിൽ കൊണ്ടു നടന്ന് ആഘോഷിച്ച ഈ നെറികെട്ടവന്മാർ ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ അതിനെക്കുറിച്ച് സമൂഹത്തെ അറിയിക്കാതെ മുക്കുന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ എന്താണ് വിളിക്കേണ്ടത്? മാധ്യമ പ്രവർത്തനമെന്നാണോ അതോ മാമാ പ്രവർത്തനമെന്നാണോ മാധ്യമ വ്യഭിചാരമെന്നാണോ? അതിനെ സംബന്ധിച്ച് മന്ത്രി MB രാജേഷ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചതിന് പിന്നാലെ അദ്ദേഹം ഈ അടുത്ത ദിവസം മാധ്യമങ്ങളോട് ഇതേ CBI റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ച വാചകങ്ങളുണ്ട്. ചർച്ചയല്ലാതെ പോയി, കേൾക്കേണ്ടതാണ്. ഒരു അമ്മയെ കൊണ്ട് നടന്നിരുന്നല്ലോ നിങ്ങളെല്ലാവരും കൂടി, ഏതാനും കൊല്ലം കൊണ്ട് നടന്നില്ലേ ഒരു അമ്മ, വാളയാറമ്മ ഇല്ലേ? എന്തായിരുന്നു ആരോപണം? നീതിക്ക് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ സമരങ്ങളുടെ മുഴുവൻ മാതൃസ്വരൂപമായിട്ടല്ലേ വാളയാറമ്മയെ അവതരിപ്പിച്ചത്? ഈ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കൂടിയല്ലേ കേരളം മുഴുവൻ കൊണ്ടു നടന്നത്, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കൊണ്ടു നടന്നത്? മുഖ്യമന്ത്രിക്കെതിരായിട്ട് മത്സരിപ്പിച്ചില്ലേ? പ്രതിപക്ഷവും മാധ്യമങ്ങളും കൂടി തലമൊട്ടയടിപ്പിച്ചൊരു സ്ത്രീയല്ലേ അവരെ നീതിയുടെ പ്രതീകമാക്കാൻ വേണ്ടിയിട്ട്? എന്തെല്ലാം നാടകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഞാനതിൻ്റെ ഇരയാണല്ലോ. തൃത്താലയിൽ കൊണ്ടുവന്നിട്ട് നിരവധി യോഗങ്ങളിലായിരുന്നു പ്രസംഗിപ്പിച്ചത്. ഇപ്പോ CBI ഒരു കുറ്റപത്രം സമർപ്പിച്ചു. എന്താ കുറ്റപത്രത്തിലെ വെളിപ്പെടുത്തലുകൾ? നാട്ടുകാരറിയണ്ടേ ആ കാര്യം? ഒരൊറ്റ പത്രം, ഹിന്ദു അല്ലാതെ മറ്റേതെങ്കിലും ഒരു മാധ്യമം അതൊരു അർഹിക്കുന്ന ഗൗരവത്തിലോ പ്രാധാന്യത്തിലോ റിപ്പോർട്ട് ചെയ്തോ? പിന്നെ ഒരു ടെലിവിഷൻ ചാനലും റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ എന്നെ അറിയിക്കുകയുണ്ടായി. ന്യൂസ് മലയാളം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നവർ അറിയിക്കുകയുണ്ടായി. ഞാൻ കണ്ടിട്ടില്ല, അവരറിയിക്കുകയുണ്ടായി. മറ്റാർക്കെങ്കിലും അത് പറയാൻ പറ്റും? ചിലപ്പോൾ പേരിനൊരു വാർത്ത കൊടുത്തു കാണും കേട്ടോ, പേരിന് കൊടുത്തു കാണും. പക്ഷെ അങ്ങനെ ആയിരുന്നില്ലല്ലോ മറ്റത്. ഈ വാളയാർ അമ്മയെ മുൻനിർത്തി 2 വർഷത്തോളം നീണ്ട ആക്രമണമല്ലേ ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരായിട്ട് നടത്തിയത്? പ്രൈം ടൈമിൽ എത്ര ചർച്ച നടത്തി, എത്ര മുഖപ്രസംഗങ്ങൾ എഴുതി, എത്ര 1-ാം പേജ് വാർത്തകൾ വന്നു, എത്ര പേര് ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്? അവർക്കെല്ലാം എന്തൊരു പ്രോത്സാഹനമാണ് നിങ്ങളൊക്കെ കൊടുത്തത്. എന്നിട്ട് സ്തോഭജനകമായൊരു വാർത്തയല്ലേ ഇപ്പൊ CBIയുടെ കുറ്റപത്രം അല്ലേ? CBIയുടെ സൂചനകൾ വാർത്തയാക്കുന്നവരാണ് നിങ്ങളൊക്കെ. ED, CBI ഒക്കെ ഒരു സൂചന കൊടുത്താൽ അതിനെ മുൻനിർത്തി വാർത്തയാക്കുന്നവരാണ്. എന്തേ ഇത് വാർത്തയാക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് വാർത്തയാക്കാതിരുന്നത്? അപ്പൊ CPM-നെ ഏത് കാര്യത്തിലും എങ്ങനെയെങ്കിലും വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് പോലെ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ഏറ്റവും ഒടുവിലത്തെ ഒരു എപ്പിസോഡ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞാലോ കയ്യോടെ പിടിക്കപ്പെട്ടാൽ പിന്നെ ഒരു അക്ഷരം മിണ്ടില്ല, പരിപൂർണ നിശബ്ദതയാണ്. ഒന്നടങ്കം നിശബ്ദരായി പോയല്ലോ മാധ്യമങ്ങൾ. അപ്പൊ നിങ്ങൾ ഓരോ കാലത്തും ഞങ്ങൾക്കെതിരെ ഓരോ കാര്യങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ടുവരും. പൊളിഞ്ഞാലോ ഒരു കൂസലുമില്ല, പിന്നെ അടുത്തത് അന്വേഷിച്ച് നടക്കുകയും. ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കുക, അതിൽ ചില നിരീക്ഷക തെമ്മാടികളെ CPM വിരുദ്ധരായിട്ടുള്ളവരെ കൊണ്ടുവന്നിരുത്തുക, ആ സംഘടനയ്ക്കെതിരെ അവരുടെ ഉള്ളിലെ മാനസിക ഫ്രസ്ട്രേഷൻ മുഴുവൻ നാടിനു മുന്നിൽ വിളമ്പുക. അതാണ് ഈ നാട്ടിലെ മാധ്യമധർമ്മം. അല്ലെങ്കിൽ ഈ നിരീക്ഷകന്മാരെ ഇരുത്തി നടത്തുന്ന മാധ്യമ വ്യഭിചാരം. വസ്തുത ജനങ്ങളെ അറിയിക്കുകയല്ല, അവരുടെ മനസ്സിലെ ഇഷ്ടക്കേടുകളെ മുൻനിർത്തിക്കൊണ്ട് ആ സംവിധാനത്തിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. അതിനെ വിളിക്കുന്ന പേരാണ് മാധ്യമ പ്രവർത്തനം അത്രേ. ഇതിനെ ഈ സമൂഹത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ 2 CBI റിപ്പോർട്ടുകൾ മുക്കിക്കൊണ്ട് 2
ഇരയാക്കപ്പെട്ട് വാർത്താ കച്ചവടം നടത്തുകയും ആ വാർത്താ കച്ചവടത്തിലൂടെ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇല്ലാ കഥകൾ ഉണ്ടാക്കിയെടുത്തു കൊടുത്ത ഇവരെ എന്ത് പേരാണ് വിളിക്കേണ്ടതെന്ന് സമൂഹം തന്നെ ചിന്തിക്കൂ. ഈ രണ്ട് വിഷയത്തിൽ എന്തുകൊണ്ട് CBI അന്വേഷണ റിപ്പോർട്ട് ഇവർ മുക്കി? ഇവരുടെ മാധ്യമധർമ്മം കറക്റ്റാണെങ്കിൽ അവർ ഏത് ആവേശത്തിലാണോ വാളയാർ കേസ് ചർച്ച ചെയ്തത്, ഏത് ആവേശത്തിലാണോ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യ ചർച്ച ചെയ്തത്, അതേപോലെ ആ CBI കണ്ടെത്തലിനെ സംബന്ധിച്ച് ഇന്നലകളിൽ അവർ വേട്ടയാടിയവർ നിരപരാധികളാണെന്നറിഞ്ഞാൽ അത് സമൂഹത്തെ അറിയിക്കാനുള്ള ബാധ്യത ഇവർക്കില്ലേ? അത് ചെയ്യാത്തിടത്തോളം മാധ്യമ നാറികൾ എന്നതിനപ്പുറം മറ്റൊരു പേരും ഇവർ അർഹിക്കുന്നില്ല എന്ന് പറയേണ്ടി വരികയാണ്.